ഹലോ, ഇന്നൊരു വ്യത്യാസമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ആലു പൊറോട്ട ആണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഈ ഐറ്റം. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗോതമ്പ് പൊടി എടുത്ത് വെള്ളവും ഉപ്പും കൂടി കുഴച്ച് അവസാനം കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടത് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത്, ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത്, പിന്നെ മുളക് പൊടി, ഗരം മസാല, കൊത്തമ്പാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റുക. നല്ലപോലെ വഴറ്റിയിട്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് വഴറ്റാൻ കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മൾക്ക്. അപ്പോൾ ആ സമയം ഇത് ചെയ്യാമല്ലോ. ഉരുളകളാക്കി മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള പേസ്റ്റ് അതിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കുക. അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അത് പോകുന്നവരേക്കും. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇടാം. എന്നിട്ട് പോലെ നല്ല സ്മാഷ് ചെയ്തിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പാടുള്ള സ്മാഷായിട്ട് വന്നതിന് ശേഷം ഈ പൊടികളെല്ലാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുമാതിരി ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് നല്ല മിക്സ് ചെയ്യാം. അധികം എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിൽ. എല്ലാം ഇതതിന് ശേഷം അപ്പോൾ ഇതൊക്കെ പോയി ഉപ്പൊക്കെ ചേർന്നിട്ട് നല്ല മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റാവും, നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ, നല്ല വാസന ഉണ്ടാവും അത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഇതായി വന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. അതിങ്ങനെ ഒന്ന് ചൂടാറണമല്ലോ. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇനി കുഴച്ച് വെച്ച ഉരുളകളാക്കി വെച്ചിട്ടുള്ള എടുത്തിട്ട് നമ്മൾക്ക് പരത്തി ഇനി അതിൽ കുറച്ച് ചെറിയത് എടുത്തിട്ട് വെച്ച് നല്ല 5 സൈഡും ഒക്കെ ഇങ്ങനെ മൂടി വെച്ച് അത് കഴിഞ്ഞ് കുറച്ച് പൊടിയൊക്കെ ചേർത്ത് നമ്മൾക്ക് അതിലിങ്ങനെ പരത്താം. അപ്പോൾ പരത്തി അങ്ങനെ നമ്മൾ നല്ല പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശക്കല്ല് വെച്ച് ദോശക്കല്ല് ചൂടായിട്ട് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് നമ്മൾക്ക് എടുക്കാം. അതിൽ ഫസ്റ്റ് നെയ്യ് അതിൽ ഒഴിക്കുന്നത് കേട്ടോ. നല്ല നെയ്യ് ഒഴിച്ചാലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ നെയ്യ് ഒഴിച്ചിട്ട് നല്ല പൊങ്ങി നന്നായിട്ട് വരാൻ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഇതെല്ലാം കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കിയൊക്കെ. അതേമാതിരി ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.